ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ്. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ചില വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. കമ്പനിയുടെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം. സ്ഥാപനത്തിന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ താരതമ്യം ചെയ്യും. പെപ്സിക്കോ ഇൻക് ടിക്കർ PEP. ഈ അവലോകനം മെയ് 24, 2025 വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി പെപ്സിക്കോ ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ബെവറേജസ് താരതമ്യത്തിൽ 25 ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രാതിനിധ്യമാണ്. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10 പോയിന്റിൽ 0.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 0.6 പോയിന്റ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ സ്കോറായ 0.5 പോയിന്റിനെതിരെ പെപ്സിക്കോ ഇൻക്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് പെപ്സിക്കോ ഇൻക്. ഉപവിഭാഗം കമ്പനികളും. 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. പെപ്സിക്കോ ഇൻക് -28.6% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 2.3%. കമ്പനിയുടെ വിപണി മൂലധനം പെപ്സിക്കോ ഇന് മൂല്യം $177.37 ബില്യൺ. $747 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ ആണ്. പെപ്സിക്കോ ഇന്റെ 23.745% വിഹിതവും ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളുമാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $18.26 ബില്യൺ ആണ്. $124 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $124 ബില്യൺ ആണ്. പെപ്സിക്കോ ഇൻക് 14.698%. മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം പെപ്സിക്കോ ഇൻസ്. ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ 23.745%. പുസ്തക മൂല്യം 14.698%. ഇത് വിപണി മൂല്യത്തേക്കാൾ 38% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. കമ്പനിയുടെ കടബാധ്യതകൾ $48.22 5 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 264.1%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും 18.9 ആണ്. 23.8 എന്ന ഉപവിഭാഗത്തിലെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 21% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയും വരുമാന അനുപാതവും നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $9,372 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $11,471 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.9 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 2.7 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 30% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $91,540 മില്യൺ ആണ്.
അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം 290 മില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 10.2%. ഉപവിഭാഗത്തിന് ശരാശരി 11.2%. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം 31.255%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 32% കൂടുതലാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $556,000. ഉപവിഭാഗത്തിൽ $732,000 ഉണ്ട്. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 24%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $29.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $30.8 ആണ്. കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം $287,000 ആണ്. ഉപവിഭാഗത്തിൽ $275,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.6% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 1.6%. ഇത് ഒരു ചെറിയ ഞെക്കലിന്റെ സൂചനയാണ്. സാങ്കേതിക സൂചകം റിസ് 14 കമ്പനിക്ക് 36% നിലവാരം കാണിക്കുന്നു. പെപ്സിക്കോ ഇൻക്. ഉപവിഭാഗത്തിൽ റിസ് ലെവൽ 14 49%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $129 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $147 ആണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമയ പ്രവചനവും ഏകദേശം 14%. നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ്. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി പെപ്സിക്കോ ഇൻക്. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരു മാർക്കറ്റ്സ്.